ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിംഗിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പേഴ്സണൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് ഫീലിങ്സ് തന്നെയാണ് കേട്ടോ. സോ റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. നിങ്ങൾ നോ കോണ്ടാക്ട് ആണെങ്കിലും ലെസ് കോണ്ടാക്ട് ആണെങ്കിലും സെപ്പറേഷൻ ആണെങ്കിലും ബ്രേക്കപ്പ് ആണെങ്കിലും നിങ്ങൾ ഈ റീഡിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലല്ല നമ്മൾ റീഡിംഗ് ചെയ്യുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അങ്ങനെയല്ല. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻസിൽ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ കറന്റ് ഈ ഒരു ഇപ്പൊ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കറന്റ്ലി ചെറിയ ചെറിയ നോക്ക് ജോക്കുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അടിയും ചെറിയ വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു എനർജിക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഇതൊരു റീഡിംഗ് കാണാവുന്നതാണ് കേട്ടോ. നോ കോണ്ടാക്ട് റീഡിങ്സ് നമ്മൾ വരുമ്പോഴേക്കും കറന്റ് ഫീലിങ്സ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞിട്ടായിരിക്കും റീഡിംഗ് അപ്ലോഡ് ചെയ്യുക. ബാക്കിയുള്ള നമ്മുടെ എല്ലാ റീഡിങ്സും നിങ്ങൾ ലെസ് കോണ്ടാക്ട് ആണെങ്കിലും നമ്മൾ എന്താ പറയുക ആഡ് ചെയ്ത് പറയുന്നുണ്ടാവും ഒരു കാര്യങ്ങളും കൂടെ. ഓക്കെ, സോ ജനറൽ റീഡിംഗ് ആണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. Justice, Wheel of Fortune, please guide me God, please guide me divine, please guide me angels. God, tired ആയിട്ടുണ്ടാവും ഫുൾ ഇന്നത്തെ ദിവസം. ഈ കാർഡ് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഷഫിൾ ആവുന്നത്. എനിക്ക് തോന്നുന്നു ആരൊക്കെയോ വലിയ സ്ട്രെസ് കാണല്ലേ. നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് ഷോൾഡർ പെയിൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടാവും, ബേർഡൻസ്. ഓക്കെ, 5 of Swords, Strength. Please guide me universe. Okay, thank you so much. അല്ലെങ്കിൽ 2 തവണ ഷഫിൾ ചെയ്യേണ്ടതായിട്ട് വന്നാൽ 2 കാർഡ്സ് ഒരുമിച്ച് അങ്ങ് വീണു. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക്, ക്യൂൻ ഓഫ് വാൻസ്. ബട്ട് ക്ലാരിഫൈ ചെയ്യാം വേറൊരു ഡെക്ക് വെച്ചിട്ട്, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, പ്രസന്റ് എനർജീസ് ഈ ഒരു കണക്ഷന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റില് തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഇല്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ ഒരു കണക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഈ ഒരു കണക്ഷനിൽ ഫ്യൂച്ചർ ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഈ ഒരു കണക്ഷനിൽ എഫോർട്ട് എടുക്കുന്നത് എന്ന് ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴേക്കും ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, സോ ആ ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിവിടെ പ്രസന്റ് എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കർമ്മ കിട്ടണം എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു ടൈമിൽ ഇവിടെ ഈ ഒരു റീഡിങ്ങിന് മുന്നിലുള്ളത്. നിങ്ങളോട് എന്താണോ ഈ ഒരു വ്യക്തി ചെയ്തിട്ടുള്ളത് അതിന് ഈ ഒരു വ്യക്തിക്ക് കർമ്മ കിട്ടണം. കാരണം എന്താ പറയാ, ഞാൻ ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ലോയാലിറ്റി, ഞാൻ കൊടുത്തിട്ടുള്ള സ്നേഹം, ലവ്, കെയർ. ഓക്കെ, സോ ആ ഒരു എനർജി, അതിന് ഞാൻ ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത് കേട്ടോ. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ഡിസപ്പോയിന്റ്മെന്റിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ശരിയാണ്, ഇവിടെ ഫ്യൂച്ചർ ഇല്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തി. പക്ഷെ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ആൾ സാറ്റിസ്ഫൈഡ് അല്ല, ഒരു തരി പോലും സാറ്റിസ്ഫൈഡ് അല്ല. നല്ല രീതിക്ക് ഡൗൺ ആണ്, ആൻസൈറ്റിയിലാണ്, ഡിപ്രഷനിലാണ്. ഓൾറെഡി ഈ ഒരു വ്യക്തിക്ക് റിലേഷൻഷിപ്പ് ട്രോമാസ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇവരുടെ മാരേജ് ലൈഫ് പൊതുവെ ബെറ്റർ ആയിട്ടല്ല പോകുന്നത്. അങ്ങനെ ഇരിക്കുകയായിരിക്കാം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നതും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയതും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും എന്നുള്ള ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ആൾക്ക് ട്രോമാസ് ഉണ്ട്, ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ
റിലേഷൻഷിപ്പ് ട്രോമാസ്, ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ അതിന് അക്കോർഡിങ്സ് റീഡിങ്സ് എടുക്കുക കേട്ടോ. എല്ലാം കൂടി പറയുമ്പോൾ റീഡിങ്സ് ലോങ് ആവുന്നുണ്ടാവും. സോ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നുള്ളത്. അങ്ങനെ ഇവിടെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നറിയോ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കണക്ഷനിൽ ഒരു റീകോൺസിലേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആളിവിടെ ജസ്റ്റിസ് അല്ല ചെയ്തത്, ഇവിടെ ഇൻജസ്റ്റിസ് ആണ് ചെയ്തത്. അതിൽ ജസ്റ്റിസ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു എനർജി, ആ ഒരു ജസ്റ്റിസ് എന്നുള്ള ഒരു എനർജി എങ്ങനെ കൊണ്ടുവരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ അറിയത്തില്ല. അതിനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് റീസെന്റ് ആയിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കൂടുതലായിട്ട് നിങ്ങളോട് മോശമായിട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവാം, മോശമായിട്ട് നിങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് എന്താണ്, ആ ഒരു വേർഡ്സുകൾ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പറയത്തില്ലേ, പറഞ്ഞു പോയ വാക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ വേർഡ്സ് പറഞ്ഞു പോയി, ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം അത്രയൊക്കെ അതും ഇതൊക്കെ പറഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി ഒരു ന്യൂ ബിഗിനിങ് എങ്ങനെ ചെയ്യും എന്നറിയത്തില്ല. ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. പലപ്പോഴും എത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയും ബ്രേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ട്രസ്റ്റിനെ പോലും ബ്രേക്ക് ചെയ്യുന്നത് വേർഡ്സ് ആയിരിക്കും ഒരു വ്യക്തി പറയുന്നുള്ള. ആ വേർഡ്സ് നല്ല രീതിക്ക് ഹേർട്ട്, ഒരു കത്തി എടുത്ത് കുത്തുന്നതിലും നല്ല രീതിക്ക് ഹേർട്ട് ആവുന്നത് വേർഡ്സുകളായിരിക്കും. ഈ ഒരു വ്യക്തിക്ക് റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. നിങ്ങളോട് എന്താണോ ഈ ഒരു വ്യക്തി പറഞ്ഞത്, ഈ ഒരു വ്യക്തിക്ക് റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മെസ്സേജസ് ആണ്. ഓക്കെ, ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിലാണെങ്കിലും നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. പക്ഷേ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ വരുമോ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഒരു ആക്ഷൻ എടുക്കാം എന്നുള്ള ഒരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിനു മുമ്പ് എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ പോയിട്ട് ഈ ഒരു വ്യക്തിനെ എന്താ, നിങ്ങളായിരിക്കും ഈ ഒരു വ്യക്തിനെ ചെന്നിട്ട് സാരമില്ല, എല്ലാ പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ചെയ്യുന്നത് നിങ്ങളായിരിക്കും. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ അനക്കമില്ല. അപ്പം ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യാണ്, നോക്കാം, ഞാനായിട്ട് ആക്ഷൻ എടുക്കാം, പക്ഷെ ഇപ്പോഴല്ല, കുറച്ചുകൂടെ സമയം കഴിയട്ടെ, എന്നിട്ട് ആക്ഷൻ എടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചെല്ലുവോ, നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് വരുമോ എന്ന് നോക്കട്ടെ എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമില് ഉള്ളത്. ഓക്കെ, ഹോപ്പിന്റെ എനർജി, സ്ട്രെങ്ത് ഒക്കെ എപ്പോഴും എന്താ പറയുന്നത്, സ്ട്രെങ്ത് മീൻസ് ലൈക്ക് ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ചേഞ്ച് ആകും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ ഒരു വ്യക്തിക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് ഇല്ല നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, നിങ്ങളുമായിട്ട് കണക്ട് ആവാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, 1 minute ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ കാർഡ്സിനെ. ആ ഒരു ഡെക്ക് ഞാൻ പേഴ്സണൈസ്ഡ് റീഡിങ്സ് ചെയ്തതായിരുന്നു. അപ്പം അത് വെച്ച് ചെയ്താൽ പറയാൻ പറ്റില്ലല്ലോ, എനർജീസ് ഫുൾ പോയെന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വി നീഡ് മോർ ക്ലാരിറ്റി. Divine, please guide me. And the viewers and the person, the late night thoughts എന്തായിരുന്നു? Please guide me. Why here is justice card? Why here is justice card, Divine? Why here is justice card? Justice card. God, wish fulfillment and page of wands. See, നയൻ ഓഫ് കപ്സ് വിത്ത് ജസ്റ്റിസ് കാർഡിന്റെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് കണക്ട് ആവണമെന്ന്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നിങ്ങളുടെ ഫേവറിന് വരുന്ന രീതിക്ക് ഒരു ആക്ഷൻ എടുക്കണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. ബട്ട് സംടൈംസ് നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, നമുക്ക് അവിടെ ആക്ഷൻസ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് എടുക്കാനുള്ള ആ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിഷസിന്റെ എനർജിയിൽ നിൽക്കുന്നുണ്ടാവും. ആ ഒരു എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് മനസ്സുണ്ടെങ്കിലും, ഒരു ജസ്റ്റിസ് അല്ല ചെയ്യുന്ന ആൾക്ക് റിയലൈസേഷൻ ഉണ്ടെങ്കിൽ പോലും ആൾക്ക് ഇവിടെ നിങ്ങളുടെ ഫേവറിൽ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സിറ്റുവേഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു എനർജീസ് ആണ്.
ഇവരുടെ ലൈഫിൽ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ മാത്രമേ ചൂസ് ചെയ്യാൻ ഈ ഒരു വ്യക്തിക്ക് പറ്റുള്ളൂ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒന്നിന് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു എനർജി അല്ല, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഒരു മെയിൻ റീസണും ഇത് തന്നെയാണ്. ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു എനർജി, രണ്ടുപേരിൽ ആരെ ചൂസ് ചെയ്യും എന്നുള്ള ഒരു എനർജി. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിന് ഈ ഒരു കണക്ഷനിൽ ആക്ഷൻ എടുക്കുന്നതിന് എന്തോ ഒരു കാര്യം ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു കാര്യം ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ആക്ഷൻ നിങ്ങൾക്ക് കാണാതിരിക്കുന്നുള്ളത്. പറയുമ്പോൾ ഇവർക്ക് സ്നേഹം ഉണ്ടായിരിക്കും, ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ബട്ട് എന്നാൽ പോലും എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തി ബാക്കിലേക്ക് വലിക്കുകയാണ്, ഈ ഒരു കണക്ഷനിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. വൈ ഹിയർ ഈസ് വീൽ ഓഫ് ഫോർച്യൂൺ ഡിവൈൻ? വൈ ഹിയർ ഈസ് വീൽ ഓഫ് ഫോർച്യൂൺ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. വൈ ഹിയർ ഈസ് വീൽ ഓഫ് ഫോർച്യൂൺ? Wheel of Fortune. Why? King of Cups and Judgment with Emperor energies ആണ് വന്നിട്ടുള്ളത്. ബട്ട് നമ്മൾ ഈ ഒരു കിങ് ഓഫ് കപ്സ് മാത്രമേ ഇവിടെ എടുക്കുന്നുണ്ടാവുള്ളൂ. ഈ ഒരു കിങ് ഓഫ് കപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു എനർജീസ് ആണ്. ഇവിടെ കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. സോ ഇപ്പൊ മ്യൂച്വൽ ലവ്, മ്യൂച്വൽ എനർജീസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മ്യൂച്വൽ ലവ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയായിട്ട്. സെയിം, നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ട് സെയിം സ്നേഹം ഈ ഒരു വ്യക്തിക്കും ഉണ്ട്. പക്ഷെ ഇവർ കുറച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് നിൽക്കുന്നുള്ളത്. ഇമോഷൻസിനെ ഒക്കെ എത്രയും ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ബാലൻസ് ചെയ്യാൻ ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടാവാം. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. Why here is 9 of Wands? Why here is 9 of Wands? Page of Coins. ഇവിടെ പേജ് ഓഫ് കോയിൻസ് മീൻസ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന്റെ എനർജീസ് ആണ്. സോ ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാനായിട്ട് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇത് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു മെസ്സേജസ് ആണ് കേട്ടോ. പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ ചിലർക്കെങ്കിലും റിസീവ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. എഗെയിൻ ഇവിടെ സ്ട്രെങ്തിന്റെ കാർഡ് 2 times ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു കണക്ഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിക്കുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല. ഇന്നർ സ്ട്രെങ്ത്, ആക്ഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഇന്നർ സ്ട്രെങ്ത് ആണ്. ഇന്നർ സ്ട്രെങ്ത് ഇല്ല ഇതിൽ. ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു വ്യക്തിയെ ആക്ഷൻ എടുക്കാനായിട്ട് ഇവരെ എന്തോ ഒരു കാര്യം ബാക്കിലേക്ക് വലിക്കുന്നുണ്ടെന്ന്. അതൊരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ധൈര്യം ഇല്ലായ്മ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്കുള്ള ഫിയർ ആയിരിക്കും ഈ ഒരു കണക്ഷനിലേക്ക് വരാനായിട്ടുള്ള. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസപ്പോയിന്റ്മെന്റിന്റെ എനർജി ആണ് ടോട്ടലി. ഇവര് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. അതും ഞാൻ പറയുകയാണ്, കാരണം എനിക്കത് ഫീൽ ചെയ്തു. നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് വന്നിട്ടുള്ളത്. Why here is Ace of Wands divine? Why here is Ace of Wands? Knight of Pentacles and bottom of the deck 9 of Wands. സെയിം എനർജീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡെക്കിൽ നിന്നും. അപ്പം ക്ലാരിഫിക്കേഷന്റെ ആവശ്യം അധികം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് ഇവിടെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ തീരുമാനങ്ങൾ എടുക്കാനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഞാനൊരു തീരുമാനം എടുക്കാം, ആ ഒരു സമയത്ത് ഞാൻ ആക്ഷൻ എടുക്കാം എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. അതായത് കാര്യങ്ങളൊക്കെ നാച്ചുറലി സംഭവിക്കണം. നാച്ചുറലി ഇയാളുടെ ഫേവറിന് വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആണ്. അപ്പൊ ഈ ഒരു വ്യക്തി ആക്ഷൻ എടുക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. അതാണ് ഈ ഒരു കണക്ഷൻ അവിടെയും നിൽക്കാതെ ഇവിടെയും നിൽക്കാതെ, ലൈക്ക് എന്താണ് കറക്റ്റ് റിലേഷൻഷിപ്പിന്റെ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ ഏത് രീതിക്കാണ് കണക്ഷൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കും ഈ ഒരു വ്യക്തിക്കും ക്ലാരിറ്റി ഇല്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, ഇല്ലേയും ചോദിച്ചാലും അറിയില്ല. ബട്ട് രണ്ടുപേർക്കും മനസ്സിലറിയാം ഇത് എൻഡ് ആയിട്ടില്ല. ഈ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വൈ ഹിയർ ഈസ് 5 of Swords divine? ചില സമയത്ത് ആക്ഷൻ എടുക്കാതിരിക്കുന്ന തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇവര് വല്ലാത്തൊരു ഇല്യൂഷനിലാണ് ഈ ഒരു ടൈമിലുള്ളത്. ടോട്ടലി ഒരു ഇല്യൂഷനിലാണ് ഉള്ളത്. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ ഓവർ തിങ്കിങ്ങിന്റെ എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ.
ന്യൂ ബിഗിനിങ് ചെയ്യണം എന്നുണ്ട്, ചെയ്യണ്ടെന്നുണ്ട്, ചെയ്യണമെന്നുണ്ട്, ചെയ്യണ്ടെന്നുണ്ട്. എന്തോ ചെയ്യണ്ടെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. മൊത്തത്തിലൊരു ഇല്യൂഷനിലായി ഒരു വ്യക്തിയുള്ളത്, നെഗറ്റിവിറ്റിയിലായി ഒരു വ്യക്തി ഈ ഒരു ടൈമിലുള്ളത്. വൈ ഹിയർ ഈസ് സ്ട്രെങ്ത് ഡിവൈൻ, വൈ ഹിയർ ഈസ് സ്ട്രെങ്ത്. സ്ട്രെങ്തിന്റെ കാർഡ് നൈറ്റ് ഓഫ് കപ്സിനെയാണ് കാണിക്കുന്നുള്ളത് കേട്ടോ. അപ്പം ഇവിടെ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീലിംഗ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, റൊമാൻറ്റിക് ഫീലിംഗ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു സെയിം എനർജി, നൈറ്റ് ഓഫ് വാൻസ്, പേജ് ഓഫ് വാൻസിന്റെ എനർജി. ഈ ഒരു കാർഡ് ഓൾറെഡി കുറെ തവണ ബോട്ടം എനർജി ആയിട്ടും ഈ ഒരു കാർഡ് ഡയറക്റ്റ് ആയിട്ടും നമുക്ക് 2 തവണ വന്നിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു ഫിയർ ആണ് ഈ ഒരു വ്യക്തിയെ ബാക്കിലേക്ക് വലിക്കുന്നത്. അതാണ് ഈ ഒരു വ്യക്തി വരാതിരിക്കുന്നതിന് മെയിൻ റീസൺ. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്നേഹമുണ്ട് ഈ ഒരു വ്യക്തിയോട്, പക്ഷെ നിങ്ങളിപ്പം ആ ഒരു സ്നേഹം തുറന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓപ്പൺ അപ്പ് ആവാനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഇഷ്ടമോ അതിനെ ഇട്ടിട്ട് പോകരുത്, നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ബെഗ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. കാരണം നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇപ്പൊ ഈ ഒരു കണക്ഷനിൽ ആകെപ്പാടെ വേണ്ടത്. ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഫേവറിലായിട്ടുള്ള ആക്ഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത്. അത് ഈ ഒരു വ്യക്തി ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇപ്പൊ നിങ്ങളൊരു നോ കോണ്ടാക്ട് റൂളിൽ പോയിട്ടുള്ളത്, ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. ബട്ട് പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലോ അങ്ങനെ ഇരിക്കുന്നുണ്ടാവുള്ളൂ എന്നാണ് എനർജിയിൽ ഈ ഒരു വ്യക്തിയുള്ളത്. സോറി, നിങ്ങൾ ആക്ഷൻ എടുക്കട്ടെ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും മിറാക്കിൾസ് യൂണിവേഴ്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആളിവിടെ നിൽക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ ഈ റീഡിങ്സിൽ. 2 ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് ആയി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, നിങ്ങളും തേർഡ് പാർട്ടി ഉണ്ട്. ഒരു ഫെമിനിൻ എനർജി എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ക്യൂൻ ഓഫ് വാൻസും ക്യൂൻ ഓഫ് കപ്സും ഇവിടെ വന്നിട്ടുള്ളത്. ബട്ട് ഇവർക്ക് ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഒരു എനർജി ഫീൽ ചെയ്യുന്നത്, ഒരു പാർട്ട്ണർ എന്നുള്ള ഒരു വൈബ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്താണ്. അവിടെ അത്രയ്ക്കും ചേർച്ചയില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അവിടെയുള്ള സിറ്റുവേഷൻസ് കൊണ്ട് നിൽക്കേണ്ടതായിട്ട് വരുന്നു എന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലായിരിക്കാം ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ഐ ഡോണ്ട് നോ. ബട്ട് 2 സിറ്റുവേഷൻസിനെ ഒരുമിച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു എനർജി എനിക്ക് ഈ ഒരു പേഴ്സൺ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കണം നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. മേ ബി ഈ ഒരു ക്യൂൻ ഓഫ് വാൻസ് ആയിരിക്കും ഈ ഒരു കണക്ഷന്റെ ബ്രേക്കിന് റീസൺ. അതാ എനിക്കിവിടെ കാണാൻ പറ്റുന്ന കേട്ടോ. ബോട്ടം ഓഫ് ദി ഡെക്കിൽ സണ്ണുണ്ട്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആകും. ഇതിപ്പം എത്രയൊക്കെ ഓബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ഈ ഒരു കണക്ഷനിൽ ഉണ്ടായാലും ഡിവൈൻ ടൈമിൽ നിങ്ങളുടെ ഫേവറിൽ വരും. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരും. കാരണം ജഡ്ജ്മെന്റിന്റെ കാർഡും വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡും നിങ്ങളുടെ ഫേവറിലാണ് ഉള്ളത്. ഇയാള് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇയാളെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കും യൂണിവേഴ്സ്. ഇയാൾ ആക്ഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവും. ആ ഒരു ടൈമിൽ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണ്ടായിട്ട് വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ക്ലിയർ ആയിട്ട് പറയുകയാണ്. ബിക്കോസ് ഇവിടെ സണ്ണും ബോട്ടം ഓഫ് ദി ഡെക്കിലേക്ക് ഏസ് ഓഫ് വാൻസോ വന്നിട്ടുള്ളത്. ഇവരുടെ ഡിസയർ ഇത് തന്നെയാണ്. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു റീയൂണിയൻ ഉണ്ടാവണം, ഒരു റീകോൺസിലേഷൻ ഉണ്ടാവണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. അപ്പം ഈ ഒരു സൺ റേസ് ചെയ്യണമെന്ന് ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അവരുടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാൾ ഇൻട്രസ്റ്റഡ് അല്ല ഈ ഒരു കണക്ഷനിൽ നിന്ന്. ബട്ട് അങ്ങനെയല്ല, ഇയാൾ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇയാൾ കുറച്ച് ബാലൻസ്ഡ് ആണ്. നിങ്ങൾ ബാലൻസ്ഡ് അല്ല ഇമോഷണലി. അതാണ് ഇവിടെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ബൈ, സീ യു.